ഡേ 7ലേക്ക് പുതിയ SCERT ജോഗ്രഫി ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡേ 7 ഹോട്ട് ടോപ്പിക്സിലെ ജോഗ്രഫിയാണ് കേട്ടോ. അതിൽ നമുക്ക് പുതിയ SCERT 10ാം ക്ലാസ്സിലെയാണ്. ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ എക്സാമുകൾ അടുത്തല്ല എല്ലാ എക്സാമുകളും, അപ്പോൾ അതിപ്പോൾ 10th ആണെങ്കിലും LGS ലെവൽ ആണെങ്കിലും ഡിഗ്രി ലെവൽ ആണെങ്കിലും ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? താപത്തിന്റെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: ഒന്ന് അക്ഷാംശീയ സ്ഥാനം, ഉയരം, കരയും കടലും വ്യത്യസ്തമായി ചൂടുപിടിക്കുന്നത്, സമുദ്രത്തിൽ നിന്നുള്ള അകലം, സമുദ്ര ജലപ്രവാഹങ്ങൾ, ഭൂപ്രകൃതി. ഇതൊക്കെ എന്താണ്? താപത്തിന്റെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പഠിച്ചു വെക്കണം കേട്ടോ. ഈ എത്ര 6 എണ്ണം കാണാതെ നന്നായിട്ട് പഠിച്ചു വെക്കണം. അക്ഷാംശീയ സ്ഥാനം, ഉയരം, കരയും കടലും വ്യത്യസ്തമായിട്ട് ചൂടുപിടിക്കുന്നത്, സമുദ്രത്തിൽ നിന്നുള്ള അകലം, സമുദ്ര ജലപ്രവാഹങ്ങൾ, ഭൂപ്രകൃതി. ഇതൊക്കെ താപത്തിന്റെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി നമുക്കിതിൽ ഓരോന്നായിട്ട് പഠിച്ചു വരാം. എന്താണ് അക്ഷാംശീയ സ്ഥാനം? സൂര്യപ്രകാശം ഏറെക്കുറെ ലംബമായി പതിക്കുന്ന ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ താപനില വളരെ കൂടുതലായിരിക്കും. അപ്പൊ നമുക്കറിയാം അല്ലേ, ഇതാണ് എന്ത് പറയുന്നത്? ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. സൂര്യപ്രകാശം എങ്ങനെയായിരിക്കും ഇവിടെ പതിക്കുക? ഏറെക്കുറെ ലംബമായിട്ട് പതിക്കുന്ന സമയത്ത് ഭൂമധ്യരേഖാ പ്രദേശത്ത് എന്ത് കൂടുതലായിരിക്കും? ചൂട് കൂടുതൽ ആയിരിക്കും. അവിടെ പഠിച്ചല്ലോ. ഇനി മധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളോട് അടുക്കുന്ന സമയത്ത് സൂര്യരശ്മികൾ കൂടുതൽ ചരിഞ്ഞു പതിക്കുന്നു. അപ്പൊ ഈ മധ്യരേഖയിൽ നിന്നും വിട്ടിട്ട്, അതായത് ധ്രുവ പ്രദേശങ്ങളിൽ ഇവിടെയാണ് ഉത്തര ധ്രുവവും, അതുപോലെ ഇവിടെ ദക്ഷിണ ധ്രുവവുമാണ്. അപ്പൊ ഇവിടേക്കാണ് സൂര്യപ്രകാശം പതിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യും? സൂര്യപ്രകാശത്തിന്റെ ചരിവ് എങ്ങനെയായിരിക്കും? കൂടുതൽ ചരിഞ്ഞിട്ടായിരിക്കും പതിക്കുക. ഓക്കെ, ലംബമായിട്ടല്ല പതിക്കുക, ചരിവ് എന്തായിരിക്കും? ഇപ്പോ ഭൂമധ്യരേഖാ പ്രദേശത്ത് ഇപ്പൊ ഇങ്ങനെ പതിക്കുകയാണെങ്കിൽ അത് ധ്രുവ പ്രദേശങ്ങളിൽ എങ്ങനെയായിരിക്കും? ഇങ്ങനെ ആയിരിക്കും പതിക്കുക അല്ലെ? നല്ല രീതിയിൽ ചരിഞ്ഞിട്ടായിരിക്കും പതിക്കുക. പഠിച്ചല്ലോ. ഇനി അതിനാൽ ഇരു ധ്രുവങ്ങളോടും അടുക്കുമ്പോൾ, ഇരുധ്രുവം പറഞ്ഞാൽ ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവത്തോടും അടുക്കുമ്പോൾ താപനില ക്രമേണ കുറഞ്ഞു വരുന്നു. അപ്പൊ ഇവിടെയൊക്കെ ചൂട് എന്തായിരിക്കും? ഇവിടെയൊക്കെ ചൂട് ചരിഞ്ഞ പതിക്കുന്നത് കൊണ്ട് ചൂട് കുറവായിരിക്കും. ഇവിടെയും എന്തായിരിക്കും? ചൂട് കുറവായിരിക്കും. എന്നാൽ ചൂട് കൂടുതലുള്ള ഭാഗം ഏതാ? ഭൂമധ്യരേഖാ പ്രദേശത്താണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത താപീയ മേഖലകള് രൂപം കൊള്ളുന്നു. അപ്പൊ ഓക്കെ ആണല്ലോ, അത് പഠിച്ചല്ലോ അല്ലെ? അപ്പൊ അക്ഷാംശ സ്ഥാനം എന്താണെന്നുള്ളത് പഠിച്ചല്ലോ. ഇനി നമുക്ക് അടുത്തത് ഉയരം നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം കൂടുന്തോറും അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിന്റെ താപനില എങ്ങനെയായിരിക്കും? കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അന്തരീക്ഷത്തിലെ താപനില ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിലുള്ള താപനില കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതായത് എങ്ങനെയാണ് ഉയരം കൂടുന്തോറും താപനില കുറയുന്നത്? ഓരോ കിലോമീറ്റർ ഉയരത്തിനും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നു. അപ്പൊ ഓരോ കിലോമീറ്ററിലും എത്രയാണ്? ഓരോ കിലോമീറ്റർ ഉയരത്തിനും എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 6.4 ഡിഗ്രി സെൽഷ്യസ് താപനില കുറഞ്ഞു വരുന്നു. ഓരോ കിലോമീറ്റർ ഉയരത്തിനും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്ന പ്രതിഭാസത്തെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നത്. ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നത് ഓരോ കിലോമീറ്റർ ഉയരത്തിനും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്ന പ്രതിഭാസത്തെയാണ്. അപ്പൊ ഉയരം പഠിച്ചല്ലോ. ഇനി കരയും കടലും വ്യത്യസ്തമായിട്ട് ചൂടുപിടിക്കുന്നത് എന്താണ്? സമുദ്ര ഉപരിതലത്തെ അപേക്ഷിച്ചിട്ട് കര വേഗം ചൂടാകുകയും തണുക്കുകയും ചെയ്യുന്നു അല്ലെ? സമുദ്രോപരിതലം പകൽ സമയം എന്ന് കണക്കാക്കിക്കേ. സമുദ്ര ഭാഗത്തായിരിക്കും ചൂട്, കരഭാഗത്തായിരിക്കും ചൂട്. കരഭാഗത്തായിരിക്കും ഇല്ലേ? കരഭാഗം എന്ത് ചെയ്യും? വേഗം ചൂടാകും. പക്ഷെ തണുക്കലും എന്താകും? വേഗം തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സമുദ്രത്തെ അപേക്ഷിച്ച് കരയിൽ ഉഷ്ണകാല താപം വളരെ കൂടുതലും ശൈത്യകാല താപം വളരെ കുറവുമായിരിക്കും. ഓക്കെ, ഉഷ്ണകാലത്തെ താപം എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. എന്നാൽ ശൈത്യകാലത്തെ താപം വളരെ കുറവുമായിരിക്കും. ഇനി സമുദ്രത്തിൽ നിന്നുള്ള അകലം.
സമുദ്രതീര പ്രദേശങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്കും കരയിൽ നിന്ന് കടലിലേക്കും വീശുന്ന കാറ്റുകൾ താപനില മിതമായി നിലനിർത്താൻ സഹായിക്കുന്നു. ഓക്കെ, സമുദ്രത്തിൽ നിന്നുള്ള അകലത്തിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഇപ്പൊ സമുദ്രം മനസ്സിൽ കണ്ടേ, ആ തീരപ്രദേശങ്ങളിൽ എന്ത് ചെയ്യും? കടലിൽ നിന്നും കരയിലേക്ക് കാറ്റ് വീശും അല്ലെ? അതുപോലെ കരയിൽ നിന്നും എന്ത് ചെയ്യും? കടലിലേക്കും കാറ്റ് വീശും. അപ്പൊ ഈ ഇതാണ് താപനില മിതമായിട്ട് നിലനിർത്താൻ സഹായിക്കുന്നത്. ഇനി സമുദ്രത്തിൽ നിന്ന് അകലം തോറും സമുദ്രത്തിന്റെ സ്വാധീനം കുറഞ്ഞു വരുന്നതിനാൽ പകൽ താപം വളരെ ഉയരുന്നതിനും രാത്രി താപം വളരെ കുറയുന്നതിനും കാരണമാകും. ഇപ്പൊ സമുദ്രഭാഗത്താണെങ്കിൽ എന്തായിരിക്കും? നമുക്ക് കുറച്ചേ ചൂടുണ്ടാകുള്ളൂ അല്ലെ? പക്ഷെ സമുദ്രത്തിൽ നിന്ന് അകലം കൂടുന്തോറും എന്തായിരിക്കും? ആ വെള്ളത്തിന്റെ സാന്നിധ്യം ഇല്ലാതായിട്ട് വരികയാണ് അല്ലെ? ആ തണുപ്പ് നമുക്ക് ശൈത്യം അനുഭവപ്പെടാതെ വരുന്ന ഒരു സമയമായിരിക്കും. അപ്പൊ അവിടെ പകല് താപം വളരെ ഉയരും, രാത്രി താപം വളരെ കുറയും. ഇനി എന്താണ് സമുദ്രജല പ്രവാഹങ്ങൾ? ഉഷ്ണജല പ്രവാഹങ്ങളും ശീതജല പ്രവാഹങ്ങളും അവ കടന്നു പോകുന്ന തീരപ്രദേശങ്ങളിലെ താപനില യഥാക്രമം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു. ഉഷ്ണജല പ്രവാഹവും ശീതജല പ്രവാഹവും ആണെങ്കിലും അത് ഏത് തീരപ്രദേശത്തോട് കൂടിയിട്ടാണോ പോകുന്നത് അവിടെ ചിലപ്പോൾ എന്ത് ചെയ്യും? താപനില കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. ഉദാഹരണം, ഉഷ്ണജല പ്രവാഹമായ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം യൂറോപ്യൻ പടിഞ്ഞാറൻ പ്രദേശങ്ങൾക്ക് കൊടും തണുപ്പിൽ നിന്ന് ആശ്വാസം നൽകുമ്പോൾ അതേ അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്ന കാനഡയുടെ വടക്ക് കിഴക്കൻ തീരങ്ങൾ ലബ്രാഡോർ ശീതജല പ്രവാഹത്തിന്റെ സ്വാധീനത്താൽ മാസങ്ങളോളം കൊടും തണുപ്പില് അമരുന്നു. അപ്പൊ ഉഷ്ണജല പ്രവാഹത്തിന് ഉദാഹരണം ഏതാണ്? ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം ട്ടോ. ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം ഉത്തര ഉഷ്ണ ജലപ്രവാഹം ആണ്. എന്നാൽ ലാബ്രഡോർ ശീതജല പ്രവാഹം ആണെന്ന് മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരിക. ഇനി എന്താണ് ഭൂപ്രകൃതി എന്ന് നമുക്ക് നോക്കാം. ഭൂപ്രകൃതിക്ക് അനുസരിച്ച് ഭൂമിയിലെ ഓരോ പ്രദേശത്തും സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. എല്ലാ ഭാഗത്തും സൂര്യപ്രകാശം ഒരേപോലെയാണോ ലഭിക്കുക? അല്ല അല്ലെ? സൂര്യപ്രകാശ ലഭ്യതയിലെ ഈ വ്യത്യാസം സൂര്യന് അഭിമുഖമായ പർവ്വത ചരിവുകളിൽ താരതമ്യേന താപനില കൂടുന്നതിനും വിപരീത ചരിവുകളിൽ താപനില കുറയുന്നതിനും കാരണമാകുന്നു. അപ്പൊ സൂര്യന് അഭിമുഖമായിട്ടുള്ള പർവ്വത ചരിവുകളിൽ എന്താകും? സൂര്യന് അഭിമുഖമാകുമ്പോൾ എന്താകും? താപനില കൂടും. എന്നാൽ അഭിമുഖമല്ലാതെയാണ് നിൽക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യും? താപനില കുറയും. ഓക്കെ, അപ്പൊ അങ്ങനെ 6 എണ്ണവും നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പൊ 6 എണ്ണം നമ്മൾ വിശദീകരിച്ച് പഠിച്ചു. ഇനി നമ്മൾ അടുത്തതിലേക്ക് കിടക്കുകയാണ്. എന്താണ് അന്തരീക്ഷ മർദ്ദം? ഓക്കെ, എന്താണ് അന്തരീക്ഷ മർദ്ദം? അപ്പൊ നമ്മൾ 6 എണ്ണം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഇനി എന്താണ് അന്തരീക്ഷ മർദ്ദത്തെ കുറിച്ച് പഠിക്കാന്? അന്തരീക്ഷ വായു ഭൗമ ഉപരിതലത്തിൽ ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അന്തരീക്ഷ വായു ഭൂമിയുടെ ഉപരിതലത്തിൽ ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ ആണ്. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം ബാരോമീറ്റർ ആണ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. താപം, ഉയരം, ആർദ്രത. അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ താപം, ഉയരം, ആർദ്രത. ഇനി താപവും അന്തരീക്ഷ മർദ്ദവും നമുക്ക് നോക്കാം. ഇതിങ്ങനെ ഓരോന്നായിട്ട് പഠിക്കുകയാണ് കേട്ടോ. താപം, ഈ അന്തരീക്ഷ മർദ്ദത്തിന്റെ ഘടകങ്ങളാണ് താപം, ഉയരം, ആർദ്രത. അപ്പൊ ഈ അന്തരീക്ഷ മർദ്ദത്തിൽ താപം എന്ത് ചെലുത്തുന്നു, ഉയരം എന്ത് ചെലുത്തുന്നു, ആർദ്രത എന്ത് ചെലുത്തുന്നു എന്ന് പഠിക്കണം. അപ്പൊ താപവും അന്തരീക്ഷ മർദ്ദത്തില് വായു ചൂടേൽക്കുമ്പോൾ വികസിക്കുകയും ഭാരം കുറയുന്നതിനാൽ മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. ഇത് ന്യൂനമർദ്ദ മേഖലകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ? ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം രൂപം കൊണ്ടു, അങ്ങനെ കൊണ്ടു എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? അപ്പൊ അത് എന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം? വായു എന്ത് ചെയ്യാണ്? ചൂടേൽക്കും അല്ലെ? നമുക്കറിയാം അന്തരീക്ഷത്തിലെ വായു ഉണ്ട്, അത് നല്ല ചൂടാകുന്ന സമയത്ത് എന്ത് ചെയ്യും? വികസിക്കും. ആ വികസിക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? നിങ്ങൾ മനസ്സിൽ പിക്ചർ കാണും. നിങ്ങൾ പുറമേക്കൊന്ന് നോക്കിക്കേ, പുറത്തേക്കൊന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് പുറത്തേക്കൊന്ന് നോക്കിയേ. അന്തരീക്ഷത്തിൽ വായു ഇല്ലേ? ആ വായു ചൂടേൽക്കുന്നതായിട്ട് മനസ്സിൽ കണ്ടേ. ആ ചൂടേൽക്കുന്ന സമയത്ത് അത് വികസിക്കുകയാണ്. അപ്പൊ ഭാരം കുറയും. ഭാരം കുറഞ്ഞ എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരും. അപ്പൊ അങ്ങനെ ന്യൂനമർദ്ദ മേഖലകൾ രൂപം കൊള്ളുന്നതിന് അങ്ങനെ ചൂട് പിടിച്ചിട്ട് ഉയർന്ന് ആ വികസിച്ചിട്ട് ഉയരം വരും അല്ലെ? അങ്ങനെ ആ ചൂട് പിടിച്ച് ഉയർന്ന വായു എന്ത് ചെയ്യും? ക്രമേണ തണുത്ത് താഴ്ന്ന് ഇറങ്ങി എന്ത് ചെയ്യും? ആ ഭാഗങ്ങളിൽ ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും ഇപ്പൊ ന്യൂസിലൊക്കെ കാണുമ്പോൾ അല്ലെ, ന്യൂനമർദ്ദ മേഖല രൂപപ്പെട്ടു, ന്യൂനമർദ്ദം, ഉച്ചമർദ്ദം എന്നൊക്കെ കേൾക്കും അല്ലെ? അപ്പൊ എന്താണെന്ന് അറിയണം അല്ലെ? അപ്പൊ ഇപ്പൊ മനസ്സിലായാലും എന്താന്നുള്ളത്? അപ്പൊ എങ്ങനെയാ ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നതെന്ന് മനസ്സിലായി അല്ലേ?
അങ്ങനെ താപവും അന്തരീക്ഷമർദ്ദവും വിപരീത അനുപാതത്തിൽ ആയിരിക്കും. വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചിരിക്കണം. താപവും അന്തരീക്ഷമർദ്ദവും എപ്പോഴും എന്തായിരിക്കും? വിപരീത അനുപാതത്തിൽ ആയിരിക്കും. അതായത് താപം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയും, താപം കുറഞ്ഞാൽ അന്തരീക്ഷമർദ്ദം കൂടും. അതാണ് വിപരീത അനുപാതത്തിലാണ് എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷമർദ്ദം ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലും ഏറ്റവും കൂടുതൽ ധ്രുവ പ്രദേശങ്ങളിലും ആയിരിക്കും. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷമർദ്ദം കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഭൂമധ്യരേഖാ പ്രദേശത്ത് എന്താണ്? ചൂട് കൂടുതൽ ആണ് എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അവിടെ എന്തായിരിക്കും അന്തരീക്ഷമർദ്ദം? അന്തരീക്ഷമർദ്ദം കുറവ് ആയിരിക്കും. ഇനി ഏറ്റവും കൂടുതൽ എന്തായിരിക്കും? ധ്രുവ പ്രദേശങ്ങളിൽ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ മനസ്സിലായോ? ഭൗമ ഉപരിതലത്തിൽ കുറഞ്ഞ അന്തരീക്ഷമർദ്ദം, കാരണം കുറവ് അന്തരീക്ഷമർദ്ദം ആകാൻ കാരണം എന്താ? അവിടെ ചൂട് കൂടുതലായത് കൊണ്ടാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ധ്രുവ പ്രദേശങ്ങളിലും ആയിരിക്കും കേട്ടോ. അപ്പൊ കൂടുതൽ അന്തരീക്ഷമർദ്ദം കൂടുതൽ എവിടെയായിരിക്കും? അന്തരീക്ഷമർദ്ദം ഏറ്റവും കൂടുതൽ ധ്രുവ പ്രദേശങ്ങളിലായിരിക്കും. ധ്രുവ പ്രദേശങ്ങളിൽ കൂടുതലായിരിക്കും. അപ്പൊ ധ്രുവ പ്രദേശങ്ങളിൽ താപം എന്തായിരിക്കും? കുറവ് ആയിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചില്ല, ഉത്തരധ്രുവവും ദക്ഷിണ ധ്രുവത്തിലൊക്കെ ചൂട് കുറവാണ് എന്ന് പറഞ്ഞില്ലേ? ഭൂമധ്യരേഖ പരിസരത്ത് ചൂട് കൂടുതലാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവിടെയൊക്കെ നേരെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും എന്ത്? ഇത് മർദ്ദം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഉയരവും അന്തരീക്ഷമർദ്ദവും? നമുക്ക് നോക്കാം. ഇനി നമുക്ക് രണ്ടാമത്തേത് അല്ലേ, ഉയരവും അന്തരീക്ഷമർദ്ദവും. ഉയരം കൂടുന്തോറും അന്തരീക്ഷമർദ്ദം കുറയുന്നു. ഇവിടെയും എന്താണ്? വിപരീത അനുപാതത്തിലാണ് അല്ലേ? താപവും മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. ഉയരവും അന്തരീക്ഷമർദ്ദവും വിപരീത അനുപാതത്തിലാണ്. ആർദ്രതയും അന്തരീക്ഷമർദ്ദവും വിപരീത അനുപാതത്തിലാണ്. മനസ്സിലാക്കണം കേട്ടോ. ഇതങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ഇനി വരാൻ പോകുന്നതും. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് പഠിക്കുക കേട്ടോ. ഉയരം കൂടുന്തോറും അന്തരീക്ഷമർദ്ദം കുറയുന്നു. ഓരോ 10 മീറ്റർ ഉയരത്തിനും 1 മില്ലിബാർ എന്ന തോതിലാണ് മർദ്ദം കുറയുന്നത്. ഓരോ 10 മീറ്റർ ഉയരത്തിന് 1 മില്ലിബാർ എന്ന തോതിൽ മർദ്ദം കുറയും. ഉയരവും അന്തരീക്ഷമർദ്ദവും വിപരീത അനുപാതത്തിലാണ്. അപ്പൊ ഉയരവും മർദ്ദവും എന്താണ്? വിപരീത അനുപാതത്തിലാണ്. താപവും മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. ആർദ്രതയും മർദ്ദവും വിപരീത അനുപാതത്തിൽ ആണ്. ഇനി നോക്കിക്കേ, ആർദ്രതയും അന്തരീക്ഷമർദ്ദവും. വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശത്തിന്റെ അളവിനെയാണ് ആർദ്രത എന്ന് പറയുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വായുവിലെ ജലാംശം ഹ്യൂമിഡിറ്റിയിലെ ആർദ്രത കൂടുമ്പോൾ, വായുവിലെ ജലാംശം കൂടുമ്പോൾ നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ ഭാരം കൂടിയ വാതകങ്ങളുടെ സ്ഥാനത്ത് ജലതന്മാത്രകൾ ഇടം പിടിക്കുന്നു. ജലതന്മാത്രകൾക്ക് ഭാരം കുറവായതിനാൽ വരണ്ട വായുവിനെ അപേക്ഷിച്ച് ആർദ്രത വായുവിന് അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. ആർദ്രതയും അന്തരീക്ഷമർദ്ദവും വിപരീത അനുപാതത്തിൽ ആണ്. പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ആർദ്രതയും അന്തരീക്ഷമർദ്ദം, ആർദ്രത എന്ന് പറയുന്നതാണ് ഹ്യൂമിഡിറ്റി, അതായത് ജലാംശം ആണ്. വായുവിലുള്ള ജലാംശത്തിന്റെ അളവിനെയാണ് ആർദ്രത എന്ന് പറയുന്നത്. വായുവിലെ ഈ ആർദ്രത കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? ഭാരം കൂടിയ വാതകങ്ങളാണ് നൈട്രജനും ഓക്സിജനും ഒക്കെ. ആ നൈട്രജന്റെയും ഓക്സിജന്റെയും ഇടങ്ങളിലൊക്കെ ഈ ജലാംശങ്ങൾ എന്ത് ചെയ്യും? ജലതന്മാത്രകള് സ്ഥാനം പിടിക്കും. അപ്പൊ ഈ ജലതന്മാത്രകൾക്ക് പക്ഷെ എന്താണ്? ഭാരം കുറവാണ് അല്ലെ? അതുകൊണ്ട് വരണ്ട വായുവിനെ അപേക്ഷിച്ചിട്ട് ആർദ്രത വായുവിന് അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. അന്തരീക്ഷമർദ്ദവും ആർദ്രതയും വിപരീത അനുപാതത്തിൽ ആണ്. ഇനി അടുത്ത നോക്കാം, സമമർദ്ദ രേഖകൾ. ഒരേ അന്തരീക്ഷമർദ്ദമുള്ള ഒരേ അന്തരീക്ഷമർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് സമമർദ്ദ രേഖകൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്കിനി നോക്കാം ആഗോള മർദ്ദ മേഖലകൾ. ചില അക്ഷാംശങ്ങൾക്കിടയിൽ അന്തരീക്ഷ മർദ്ദം ഏകദേശം ഒരുപോലെയാണ്. ചില അക്ഷാംശങ്ങൾക്കിടയിൽ കേട്ടോ. അതിന്റെ അടിസ്ഥാനത്തിൽ ഭൗമ ഉപരിതലത്തെ വിവിധ മർദ്ദ മേഖലകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതിനെയാണ് ആഗോള മർദ്ദ മേഖലകൾ എന്ന് വിളിക്കുന്നത്. ഏതൊക്കെയാണ് മർദ്ദ മേഖലകള്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുണ്ട്, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല അല്ലെ. അതേപോലെ ഉപോഷ്ണ ഉച്ചമർദ്ദം, ഉപദ്രവീയ ന്യൂനമർദ്ദം, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. അപ്പൊ ഇവിടെ എപ്പോഴും ഈ ഒരു കണക്ക് ചോദിക്കാറുണ്ട്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണ്. മേലേക്ക്
ഉപോഷ്ണം 30 ഡിഗ്രി വടക്ക്. മേലേക്ക് എന്താ ഉത്തരാർദ്ധഗോളം ആയതുകൊണ്ട് വടക്ക്, ഇത് ദക്ഷിണാർദ്ധഗോളം ആയതുകൊണ്ട് തെക്ക്. നോക്കാം. ഇനി സൂര്യന്റെ അയനത്തിനനുസരിച്ച് താപ സാഹചര്യങ്ങൾ മാറുന്നതിനാൽ ആഗോള മർദ്ദ മേഖലകൾക്ക് ആപേക്ഷിക സ്ഥാനമുണ്ടാകുന്നു. ഉഷ്ണകാലത്തെ മർദ്ദ മേഖലകൾ 5 ഡിഗ്രി മുതൽ 10 വരെ വടക്കോട്ടും ശൈത്യകാലത്തെ 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ തെക്കോട്ടും നീങ്ങുന്നു. ഉഷ്ണകാലത്ത് കേട്ടോ മർദ്ദമേഖല എന്ത് ചെയ്യും? മർദ്ദമേഖല എന്ത് ചെയ്യും? 5 ഡിഗ്രി കേട്ടോ, 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ, ഇവിടുന്ന് 5 to 10 വരെ എന്ത് ചെയ്യും? വടക്കോട്ട് നീങ്ങും കേട്ടോ. ഉഷ്ണകാലത്താണ്. എന്നാൽ ശൈത്യകാലത്ത് എന്ത് ചെയ്യും? 5 to 10 തെക്കോട്ടും നീങ്ങുകയാണ് ചെയ്യുന്നത്. ഇനി മർദ്ദമേഖലകളിൽ നോക്കിക്കേ. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. നമുക്ക് ഇനി ഓരോന്നായിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ആ പിക്ചർ പഠിച്ചല്ലോ, അതിൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്താണ്? 0 ഡിഗ്രി ആണ്. ഭൂമധ്യരേഖ പ്രദേശത്തെ ഉയർന്ന താപനില കാരണം, നമ്മൾ നേരത്തെ പഠിച്ചു ഭൂമധ്യരേഖ പ്രദേശത്താണ് ഉയർന്ന താപനില എന്ന് പറഞ്ഞു. അത് കാരണം വായു ചൂടായി വികസിച്ചിട്ട് ഉയരുന്നതാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല രൂപം കൊള്ളാനായിട്ട് കാരണം. മനസ്സിലായോ? നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ഇതാണ് ഭൂമധ്യരേഖ. ഈ ഭൂമധ്യരേഖ തന്നെയല്ലേ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഇവിടെ ചൂട് കൂടുതലല്ലേ? ഈ ചൂട് കൂടുതൽ കാരണം കൊണ്ടാണ്, വായു ചൂടായി വികസിച്ച് ഉയർന്നുകൊണ്ടാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല രൂപം കൊള്ളാനായിട്ട് കാരണം. കാറ്റുകൾ കുറവാണ് അല്ലെ? ഈ മർദ്ദ മേഖലയെ നിർവാത മേഖല എന്ന് വിളിക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടന്റ്. ഡോൾഡ്രം മേഖല അല്ലെങ്കിൽ നിർവാത മേഖല എന്ന് വിളിക്കുന്നത് ഏതാണ്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെയാണ്. മധ്യരേഖ ഒരുപാട് തവണ, എത്ര തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്നറിയോ? കാറ്റുകൾ കുറവായത് കൊണ്ടാണ് ഈ മർദ്ദ മേഖലയെ നിർവാത മേഖല എന്ന് വിളിക്കുന്ന. മർദ്ദമേഖല ഏതെന്ന് ചോദിക്കാറുണ്ട്. നിർവാത മേഖലയുടെ മറ്റൊരു പേരാണ് ഡോൾഡ്രം മേഖല. അത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എവിടെയാണ്? 0 ഡിഗ്രിയിലാണ് അല്ലെ? ഇനി എന്താണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല? 30 ഡിഗ്രി അല്ലെ? 30 ഡിഗ്രി നമ്മൾ നേരത്തെ പിക്ചർ പഠിച്ചാണ്. 30 ഡിഗ്രി തെക്കും അതേപോലെ തന്നെ 30 ഡിഗ്രി വടക്കും അക്ഷാംശ മേഖലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നത്. മധ്യരേഖാ പ്രദേശത്ത് നിന്നും, മധ്യരേഖാ പ്രദേശം പറയുമ്പോൾ ഈ മധ്യരേഖാ പ്രദേശത്ത് നിന്നും ചൂടായി വികസിച്ചുയർന്ന വായു ഉയർന്ന വിധാനങ്ങളിൽ കാറ്റായി വീശുകയും ക്രമേണ തണുത്ത് അക്ഷാംശ മേഖലകളിൽ താഴ്ന്നിറങ്ങുകയും ചെയ്യുന്നതിനാൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളെ രൂപം കൊള്ളുന്നു. അപ്പൊ എങ്ങനെയാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല രൂപം കൊണ്ടത് എന്നുള്ളത് നമ്മളിവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് എങ്ങനെയാണ് 30 ഡിഗ്രി തെക്കിലും 30 ഡിഗ്രി വടക്കിലും ഒക്കെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ എങ്ങനെ രൂപം കൊള്ളുന്നു നോക്കി. ഇനി എങ്ങനെയാണ് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല? 60 ഡിഗ്രി തെക്കും 60 ഡിഗ്രി വടക്കും അക്ഷാംശ മേഖലകളിലായിട്ടാണ് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല സ്ഥിതി ചെയ്യുന്നത്. ആ പിക്ചർ തന്നെ നോക്കി പഠിക്കണം കേട്ടോ, അങ്ങനെ പഠിച്ചാൽ എളുപ്പം. ഭൂഭ്രമണത്തിന്റെ സ്വാധീന ശക്തിയാൽ ഈ മേഖലയിലെ വായു വൻതോതിൽ ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നതിനാൽ ഇവിടെ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലകളെ രൂപം കൊള്ളുന്നു. ഇനി എന്താണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല? ധ്രുവ പ്രദേശങ്ങളിൽ വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നതിലാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകള് രൂപം കൊള്ളുന്നത്. ഇനി അടുത്തത് നോക്കാം. അങ്ങനെ നമ്മൾ 2-3 സെക്ഷൻസ് ടോപ്പിക്കുകൾ ഹോട്ട് ഏരിയ ആയിട്ട് 3 പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തതാണ് വായു ചലനങ്ങൾ. വായു പ്രവാഹങ്ങളുണ്ട്, കാറ്റ് നോക്കാം കേട്ടോ. 2 തരം വായു ചലനങ്ങളാണ്. ഒന്ന് വായു പ്രവാഹവും 2 കാറ്റും. അതിലെ വായു പ്രവാഹങ്ങളിൽ ഏതാണ്? ലംബ ദിശയിൽ ഉണ്ടാകുന്ന വായുവിന്റെ ചലനങ്ങളെയാണ് വായു പ്രവാഹം എന്ന് പറയുന്നത്. ലംബമാണ് കേട്ടോ. ലംബ ദിശയിൽ ഉണ്ടാകുന്ന വായുവിന്റെ ചലനങ്ങളെ വായു പ്രവാഹം എന്ന് പറയുന്നു. എന്നാൽ കാറ്റ് പറഞ്ഞാൽ എന്താ? ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്ന് ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് വായുവിന്റെ തിരശ്ചീന ചലനമാണ് കാറ്റ് എന്ന് പറയുന്നത്. എപ്പോഴും കാറ്റ് എന്ന് പറയുന്നത് മേലിൽ നിന്നും താഴോട്ടായിരിക്കും അല്ലെ? താഴെ നിന്ന് മേലോട്ട് കാറ്റ് വീശോ? ഇല്ല അല്ലെ? മേലിൽ നിന്നും താഴോട്ടായിരിക്കും. അപ്പൊ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും എവിടേക്കായിരിക്കും? ന്യൂനമർദ്ദ മേഖലയിലായിരിക്കും എപ്പോഴും കാറ്റിന്റെ ചലനം എന്ന് പറയുന്നത്. എങ്ങനെ? തിരശ്ചീന ചലനം. എവിടെ നിന്ന് വീശുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കാറ്റുകൾക്ക് പേര് നൽകാറുള്ളത്. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ്? അനിമോമീറ്റർ ആണ്. കാറ്റിന്റെ ദിശ അളക്കുന്ന ഉപകരണം ഏതാണ്? വിൻഡ് വെയിൻ. എപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാണ്. വേഗതയ്ക്കാണെങ്കിൽ അനിമോമീറ്റർ, ദിശ അളക്കാനാണെങ്കിൽ വിൻഡ് വെയിൻ കേട്ടോ. ഇനി എന്താണ് കോറിയോലിസ് പ്രഭാവം? കോറിയോലിസ് പ്രഭാവം എന്താ? കാറ്റിന്റെ ദിശയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കോറിയോലിസ് ബലം. കോറിയോലിസ് പ്രഭാവം മൂലം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാര ദിശയുടെ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ
ഗോളത്തില് ഭൂമിയുടെ ഈ ഒരു ദിശയിൽ കോറിയോലിസ് പ്രഭാവം മൂലം ഉത്തരാർദ്ധ ഗോളത്തിൽ അല്ലെ, ഏതാണ് ഉത്തരാർദ്ധ ഗോളം? ഇതാണ് അല്ലെ. ഈ ഉത്തരാർദ്ധ ഗോളത്തിൽ എങ്ങനെയായിരിക്കും കോറിയോലിസ് പ്രഭാവം? കോറിയോലിസ് പ്രഭാവം മൂലം കാറ്റുകളുടെ സഞ്ചാര ദിശ എങ്ങനെയായിരിക്കും? വലത്തോട്ട് ആയിരിക്കും അല്ലെ. എങ്ങനെയായിരിക്കും? വലത്തോട്ട് ആയിരിക്കും. ഇനി ദക്ഷിണാർദ്ധ ഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഈ ഭാഗത്ത് എങ്ങനെയായിരിക്കും? അത് ഇടത്തോട്ടും ആയിരിക്കും. ഇനി കാറ്റിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം പ്രീവിയസ് ആണ് കേട്ടോ. ഇതിൽ കാണുന്നതൊക്കെ പ്രീവിയസ് ആണ്. ഇനി കാറ്റിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മർദ്ദചരിവ് ബലം, ഘർഷണ ബലം. ഓക്കെ, അതിലെന്താണ് മർദ്ദചരിവും ബലവും ഘർഷണവും നമുക്ക് നോക്കാം. തിരശ്ചീന തലത്തിൽ മർദ്ദത്തിന്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ് മർദ്ദചരിവ്. മർദ്ദചരിവ് പറയുമ്പോൾ മർദ്ദത്തിന്റെ അളവ് കൂടുമ്പോൾ ചരിവ് കൂടുകയും കുറയും ഒക്കെ ചെയ്യും അല്ലേ. അപ്പൊ മർദ്ദത്തിന്റെ അളവിനനുസരിച്ചിട്ട് എന്ത് വരും? ചരിവിന് വ്യത്യാസം വരും. അങ്ങനെ മർദ്ദ വ്യത്യാസം മൂലം ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ന്യൂനമർദ്ദ മേഖലകളിലേക്ക് വായുവിന്റെ ചലനം സാധ്യമാക്കുന്ന ബലമാണ് മർദ്ദചരിവ് ബലം. അടുത്തടുത്ത സ്ഥലങ്ങൾ തമ്മിൽ മർദ്ദ വ്യത്യാസം ഏറെയാണെങ്കിൽ അവിടെ മർദ്ദചരിവ് കൂടുതലായിരിക്കും. മർദ്ദത്തിന്റെ വ്യത്യാസം കൂടുതലാണെങ്കിൽ മർദ്ദചരിവും കൂടുതലായിരിക്കും. മർദ്ദ വ്യത്യാസം കുറവാണെങ്കിൽ മർദ്ദത്തിന്റെ ചരിവ് കുറവായിരിക്കും. മർദ്ദചരിവ് കൂടിയ ഇടങ്ങളിൽ കാറ്റിന് വേഗത കൂടുതലായിരിക്കും. പഠിച്ചു വെക്കണം കേട്ടോ. മർദ്ദചരിവ് കൂടിയ ഭാഗങ്ങളിൽ, മർദ്ദത്തിന്റെ ചരിവ് കൂടിയ ഭാഗങ്ങളിൽ കാറ്റിന് വേഗത എന്തായിരിക്കും? കൂടുതൽ ആയിരിക്കും. ഇനി എന്താണ് ഘർഷണം? കുന്നുകൾ, മലകൾ, വനങ്ങൾ, മനുഷ്യനിർമ്മിതികൾ തുടങ്ങിയ ഉയർത്തുന്ന ഘർഷണം കാറ്റിന്റെ സുഗമ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്നു. മനുഷ്യനിർമ്മിതി അല്ലെ, ബിൽഡിങ്ങുകൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നില്ലേ? ഉണ്ട്. കുന്നുകൾ, മലകൾ, വനങ്ങൾ ഒക്കെ എന്ത് ചെയ്യും? കാറ്റിനെ തടഞ്ഞു നിർത്തും അല്ലെ. അങ്ങനെ വൻകരകളെ അപേക്ഷിച്ച് സമുദ്ര ഉപരിതലത്തിൽ ഘർഷണം കുറവായതിനാൽ സമുദ്ര ഉപരിതലത്തിൽ കാറ്റിന് വേഗത കൂടുതലായിരിക്കും. സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ കെട്ടിടങ്ങളും വനങ്ങളും മലകളും ഒക്കെ ഉണ്ടോ? സമുദ്രത്തോട് ചേർന്നിട്ട് ഇല്ല അല്ലെ. അപ്പൊ അവിടെ എന്താണ്? ഘർഷണം കുറവാണ് അല്ലെ. ഘർഷണം കുറവായാൽ എന്താകും? കാറ്റിന് വേഗത കൂടുതലായിരിക്കും. എന്നാൽ വൻകരകളിൽ എന്തായിരിക്കും? വൻകരകളിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇങ്ങനെ മനുഷ്യനിർമ്മിതികളും വനങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അവിടെ എന്താ? ഘർഷണം കൂടുതലാണ്. അപ്പൊ കാറ്റിന് വേഗത എന്തായിരിക്കും? കുറവ് ആയിരിക്കും. അങ്ങനെ 4-5 ടോപ്പിക് നമ്മൾ എന്ത് ചെയ്തു? ഇന്നത്തെ ഒറ്റ ക്ലാസ്സിൽ നമ്മൾ തീർത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഓരോന്നും 4-5 ടോപ്പിക് വരെ എന്നും ചോദിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പൊ എങ്ങനെയുണ്ട് ക്ലാസ്? ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ തരുന്നതിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ? നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രയോജനമാകുന്നുണ്ടോ എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ എല്ലാ ക്ലാസ്സിലും വന്നിട്ട് പറയും കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാ ക്ലാസ്സും പറയുന്നുണ്ട്. പക്ഷെ അത് ആരും ചെയ്യാറില്ല. വിരലിണാവുന്നവർ മാത്രമാണ് ഉള്ളത്. പക്ഷേ എങ്കിലും നിങ്ങൾ ജോലിക്ക് കയറട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ട് ഇഷ്ടമാണ് അല്ലേ? ലൈക്ക് ചെയ്യണോ, കമന്റ് ചെയ്യണോ, അതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും കമ്പൽ ചെയ്യാൻ പാടില്ല. അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ട് നമ്മൾ ക്ലാസ് തരുന്ന സമയത്ത് അത് ഫ്രീ ആയിട്ടാണ് ക്ലാസ് തരുന്നത് അല്ലേ. ₹1 മുതൽ മുടക്കില്ലാതെ ക്ലാസ്സുകൾ നമ്മൾ തരുന്ന സമയത്ത് അത് നിങ്ങളുടെ മനസ്സിൽ നിന്നും വരേണ്ടതാണ്. ലൈക്ക് കൊടുക്കണോ, ഷെയർ കൊടുക്കണോ, കമന്റ് കൊടുക്കണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, വ്യക്തി താല്പര്യങ്ങൾക്കാണ്. അപ്പൊ അതിന് ഞാൻ കമ്പൽ ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എന്നാലും ഇപ്പം വ്യക്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളൊരു സ്ഥാനത്ത് എത്തണം. നിങ്ങളുടെ ഫാമിലിയെ സംരക്ഷിക്കണം. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ കൊണ്ട് ഒരുപാട് കുട്ടികളെ ജോലി കയറണം, ഫാമിലി എല്ലാം രക്ഷപ്പെടണം. അത് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ക്ലാസ്സുകൾ തരുന്നത് കേട്ടോ. അപ്പൊ എന്റെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായ പിന്തുണ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.